ഹായ് ഹലോ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനുവരി 24-നും 25-നും എടുത്ത വീഡിയോസാണ്. ഈ 2 ദിവസം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഫുള്ള് കല്യാണം വ്ളോഗാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. 24-ന് 2 കല്യാണം ഉണ്ടായിരുന്നു, 25-ന് 2 കല്യാണം ഉണ്ടായിരുന്നു. ഇതിൽ 24-ന് സംഗീതേച്ചിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ ആറ്റുകാല് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കെട്ട്. അത് കഴിഞ്ഞിട്ട് കാർത്തിക ഓഡിറ്റോറിയത്തിലായിരുന്നു ബാക്കി പരിപാടീസ് എല്ലാം. അപ്പോൾ കെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പിന്നെ നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നടന്നാണ് ബാക്കി മണ്ഡപത്തിലോട്ടൊക്കെ പോയത്. പിന്നെ ഈ കല്യാണത്തിൻ്റെ ഫുഡ് വന്നിട്ട് ഞങ്ങളുടെ കേറ്ററിങ്ങിൻ്റെതായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഫുഡിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ഇതിൽ വിളിക്കുക, ചോദിക്കുക, അറിയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അമ്പലത്തിൽ കെട്ടണ സമയത്ത് ചേട്ടൻ കൂടെ ഇല്ലായിരുന്നു. നമ്മുടെ ഫുഡിൻ്റെ കാര്യമായിട്ട് തിരക്കായി ചേട്ടനാണ് മണ്ഡപത്തിലങ്ങ് പോയായിരുന്നു. നമ്മൾ മാത്രമേ കെട്ടിനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടനെ നമുക്കൊന്ന് കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം മറക്കണ്ട, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ശരിക്കും സംഗീത ചേച്ചി ഈ വീഡിയോയിലായിരിക്കും ഫുള്ളായിട്ട് അവരുടെ കല്യാണം കാണുന്നത് പോലും. എന്തായാലും എല്ലാ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചേച്ചി ഇത് കാണുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതൊക്കെയുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മണ്ഡപത്തിലോട്ട് പോയി. പിന്നെ ബാക്കി ഞാൻ അവിടുത്തെ വീഡിയോയും ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതും കൂടി കണ്ടു നോക്കുക. എന്തായാലും കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതിൽ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഗ്രീൻ ഡ്രസ്സ് ആണ് വിഷ്ണു ചേട്ടൻ, അടുത്ത് നിൽക്കുന്നതാണ് പൂജ ചേച്ചി. അപ്പോൾ വരുന്ന വ്ളോഗിലൊക്കെ ഇനി ഇവർ രണ്ടുപേരെയും കാണാം. അവരുടെ കല്യാണമാണ് ഇനി ഫെബ്രുവരിയിൽ വരണേ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അന്നൊരു കല്യാണം ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വരുന്നത് നെക്സ്റ്റ് ഡേ ജനുവരി 25-ന് എനിക്ക് പിന്നെയും 2 കല്യാണം ഉണ്ടായിരുന്നു. ആദ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ് പോയത്. ശിവാനിയുടെ കല്യാണമായിരുന്നു. ഇവൾ എൻ്റെ കൂടെ 10th വരെ പഠിച്ചിരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും നമ്മൾ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. എവിടെയാണ് പഠിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇപ്പോൾ കല്യാണം അടുപ്പിച്ചാണ് നമുക്ക് നമ്പർ കിട്ടിയതും പിന്നെ കല്യാണമൊക്കെ വിളിച്ചതും. അപ്പോൾ എന്തായാലും പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു, എത്ര തിരക്കുണ്ടെങ്കിലും. അങ്ങനെ വാവേനെയും കൊണ്ട് ഞാൻ പോയി. പിന്നെ എൻ്റെ കൂടെ പഠിച്ച വേറെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കാണാൻ പറ്റിയൊരവസരം കൂടി ആയിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ പതിവ് പോലെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി അടുത്ത പ്ലാൻ എന്താണ്, നമ്മളിനി എന്ന് കാണും, അടുത്ത ഇവിടെ വെച്ച് എല്ലാവർക്കും മീറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഭാവം പിന്നെ ആരെടുത്തും ഇപ്പോൾ പോവില്ല, അവൾക്ക് ഞാൻ തന്നെ വേണം. അപ്പോൾ ആശ്ചര്യം ഒന്ന് കൈ പിടിച്ചപ്പോഴത്തേനും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് കഷ്ടപ്പാടിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത് നമുക്കിനി വേറെ ഒരു കല്യാണം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വൈകിട്ട് ഞാനും അമ്മയും വാവയും കൂടിയിട്ടാണ് അടുത്ത കല്യാണത്തിന് പോയത്. അത് നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരെയൊക്കെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ രാത്രിയാണ് അടുത്ത് തിരിച്ച് വീട്ടിലെത്തിയത്. വീട്ടിൽ വന്നിട്ട് പിന്നെ എൻ്റെ വാവയ്ക്ക് ഉറക്കവും ഇല്ല, ഒന്നുമില്ല.
എപ്പോഴും ഈ ഒരു പരിപാടി തന്നെയാണ് ഇവിടെ എന്നും നടക്കണേ. 11 മണി വരെ ഉണർന്നിരിക്കും, കരയും, പിന്നെ തനിയെ കിടന്നുറങ്ങും. അങ്ങനെ ഇന്നും പതിവ് തെറ്റിക്കാതെ അവൾ അതേപോലെ തന്നെ അടികൂടി എൻ്റെ തോളിൽ വന്ന് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെയും എൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ നോക്കുമ്പോൾ മിക്കവരുടെയും സ്റ്റാറ്റസിൽ കല്യാണങ്ങൾ മാത്രം തന്നെ ആയിരുന്നു. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് ഫുള്ളും വെഡ്ഡിങ്ങിൻ്റെതായിരിക്കും, ചേച്ചിയുടെ കല്യാണം വരുന്നത് കൊണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലിട്ട് കാണാം.